ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആദ്യം മുതൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കണ്ട് അതിന് സാക്ഷ്യം വഹിച്ചവരല്ല എഴുതുന്നത്. മറിച്ച് കാലത്തെ അതിജീവിക്കുന്ന വാക്കുകൾ നിയന്ത്രിക്കുന്നവരാണ് അതിനെക്കുറിച്ച് എഴുതുന്നത്. രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും പല സ്ഥാപനങ്ങളും ഏതൊക്കെ ചരിത്രം എഴുതണം, തർജ്ജമ ചെയ്യണം, പഠിക്കണം, ഏതൊക്കെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം, അതുമല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മാഞ്ഞു പോകണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തലമുറകളായിട്ട് പാശ്ചാത്യ ലോകം ഒരു പ്രത്യേക ബൈബിളിനെ ആശ്രയിച്ചിരിക്കുന്നു. അവ വളരെ ശ്രദ്ധയോടെ വേർതിരിച്ച് പഠിപ്പിക്കാൻ ആവശ്യമുള്ള സത്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒന്നാണ്. പക്ഷേ എല്ലാ രഹസ്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല താനും. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങൾ വളരെ വ്യക്തമായിട്ടും വളരെ സിമ്പിളായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടി, ആദ്യ മനുഷ്യരുടെ വീഴ്ച, ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവം, അതിനുശേഷം ഒരുപാട് പേരുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആദാം 930 വർഷം വരെ ജീവിച്ചു, അതിനുശേഷം മരിച്ചു എന്ന് മാത്രം പറയുന്നു. ഒറ്റ വാക്കിൽ ഏതാണ്ട് 1000 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ചു. അവൻ്റെ അവസാന വർഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. അവൻ്റെ അവസാന ചിന്തകൾ, ആഗ്രഹങ്ങൾ, അവസാന വാക്കുകൾ ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല. ഏദൻ തോട്ടത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു ഈ മരണം എന്ന് പറയുന്നത്. ആ മരണം ഇപ്പോൾ അവൻ്റെ അടുത്തെത്തിയെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യ മനുഷ്യൻ എന്താണ് അനുഭവിച്ചത്, അവൻ ചിന്തിച്ചത് എന്ന് ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല. ഇത്രയൊക്കെ മതി എന്ന മട്ടിൽ ബൈബിൾ നിർത്തുന്നത് പോലെ നമുക്ക് തോന്നും. എന്നിരുന്നാലും ഈ കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ നിശബ്ദമായിട്ടാണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥം വരില്ല. ചെങ്കടലിൻ്റെ മറുവശത്ത് യൂറോപ്പും പാശ്ചാത്യ ലോകവും പഠിപ്പിച്ച ദൈവശാസ്ത്രപരമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്യോപ്യയിലെ ഉയർന്ന സ്ഥലത്ത് വ്യത്യസ്തമായ ഒരു പാരമ്പര്യം ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഭക്തിയോടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എത്യോപ്യൻ ഓർത്തഡോക്സ് തിഹാഡോ സഭ ഇന്നും ബൈബിളിലുള്ള നാം നിരോധിച്ച പല പുസ്തകങ്ങളും സംരക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചുരുക്കുകയോ ഫിൽട്ടർ ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത പല ചുരുളുകൾ അവിടെയുണ്ട്. സംഭവിച്ചത് അതേപോലെ വ്യക്തമായി പറയുന്നു എന്നത് മാത്രമല്ല, എങ്ങനെയാണ് എന്നും എന്തുകൊണ്ടാണ് എന്നും ഈ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആദം മരിച്ചു എന്ന് മാത്രമല്ല ഇതിൽ പറയുന്നത്, അവൻ്റെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നുവെന്നും അവനുണ്ടായിരുന്ന ഭയത്തെക്കുറിച്ചും അവൻ്റെ അവസാന പ്രാർത്ഥനയെക്കുറിച്ചും മരിക്കുന്നതിന് മുമ്പ് അവൻ തൻ്റെ മക്കൾക്ക് കൈമാറിയ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഈ ചുരുളുകൾ പറയുന്നതനുസരിച്ച് ആദ്യ മനുഷ്യൻ്റെ മരണം ഒരു നിശബ്ദമായ സംഭവമായിരുന്നു എന്നതല്ല. ഗുഹകളിലും ആശ്രമങ്ങളിലും പള്ളികളിലും നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ട പാരമ്പര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എന്നാൽ ആദമിൻ്റെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദം ജീവിച്ച ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, അവൻ്റെ ഓർമ്മകളിലൂടെയും സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല പ്രായമായി എന്നത് മാത്രമല്ല, 9 നൂറ്റാണ്ടുകൾ ജീവിച്ചതിൻ്റെ ആ ഓർമ്മകളെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. എത്യോപ്യൻ പാരമ്പര്യത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പുരാതന ചുരുളുകൾ ആദമിനെ ഇതിഹാസത്തിൽ പൊതിഞ്ഞൊരു ഭയങ്കര വലിയ ഗോത്രപിതാവായിട്ടല്ല പറയുന്നത്, മറിച്ച് നഷ്ടപ്പെട്ട ബോധ്യം കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യനായിട്ടാണ് വിവരിക്കുന്നത്. ആ ചുരുളുകൾ അവന് നഷ്ടപ്പെട്ടു പോയി എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് അവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്നത് എന്ന് പറയുന്നു. അവൻ്റെ സന്തതിക്ക് അതൊരു കഥ മാത്രമാണ്. ഏതിനെക്കുറിച്ച് പറയുമ്പോൾ അതവർക്ക് കേട്ട് കേൾവിയുള്ള ഒരു പാരമ്പര്യം മാത്രമാണ്. പക്ഷേ മറ്റാർക്കും കിട്ടാത്തൊരു കാര്യം അവനുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ജീവിച്ചിരുന്നു എന്നതാണ്. ഇപ്പോൾ നിലവിലില്ലാത്ത ആ വഴികളിലൂടെ അവൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലാത്ത പല മരങ്ങളെയും അവൻ തൊട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഭൂമിയിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ അവൻ കേട്ടിട്ടുണ്ട്. അവനിലൂടെ വന്ന തലമുറകൾക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമാധാനം അവൻ അനുഭവിച്ചിട്ടുണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് ആദമും ഹവ്വയും മനുഷ്യ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങളല്ല ഉപയോഗിച്ചിരുന്നത്. കാരണം അവർക്ക് അത് അവിടെ ആവശ്യമില്ലായിരുന്നുവെന്ന് ഈ വാക്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ മഹത്വം കൊണ്ട് പൊതിയപ്പെട്ടിരുന്നു. ലജ്ജയില്ലായിരുന്നു, ഒരു കാര്യങ്ങളും നശിക്കില്ലായിരുന്നു, മരണമെന്ന് പറയുന്ന വാക്കുപോലും അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം പാപം ചെയ്തു. അവൻ ഏദനിൽ നിന്ന് പുറത്തായപ്പോൾ ആ വെളിച്ചം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയില്ല. മറിച്ച് ഓക്സിജൻ ഇല്ലാതായ ഒരു തീ പോലെ പതുക്കെ പതുക്കെ മങ്ങിത്തുടങ്ങി. മഹത്വം മാറി. ആ തോട്ടത്തിൽ ജീവിച്ചതിൻ്റെ ഓർമ്മ മാത്രമേ പിന്നീട് അവശേഷിച്ചുള്ളൂ. ആ നിമിഷം മുതൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറി. ഭൂമിക്ക് അതിൻ്റെ സൗമ്യത നഷ്ടപ്പെട്ടു. 930 വർഷം കാലത്തിൻ്റെ ക്ഷയത്തിന് അവൻ വിധേയമായി. സ്വന്തം ചർമ്മം പതുക്കെ പതുക്കെ മങ്ങുന്നത് അവൻ കണ്ടു. സന്ധികൾ കഠിനമാകാൻ തുടങ്ങി. ഒരിക്കലും സൗഖ്യമാകാത്ത വേദന അനുഭവിക്കാൻ തുടങ്ങി. ആത്മാവിൽ ക്ഷീണം അനുഭവിക്കാൻ തുടങ്ങി. ഇതൊക്കെ ആദ്യമായിട്ടാണ് അവൻ അനുഭവിക്കുന്നത്. ഓരോ രോഗവും ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള വേർപിരിയലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വീഴ്ചയുടെ ആദ്യത്തെ ജീവനുള്ള സാക്ഷിയായി അവൻ മാറി.
സ്വർഗത്തെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു ശരീരമായിരുന്നു അവൻ്റേത്. എന്നാൽ ഇപ്പോൾ അത് മണ്ണിൻ്റെ വകയായി മാറി. ഏദന് പുറത്തുള്ള ജീവിതം ഒരു പോരാട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരിക്കൽ അവരുമായിട്ട് സഹകരിച്ചിരുന്ന ഈ ഭൂമി ഇപ്പോൾ അവർക്കെതിരെ ചെറുത്ത് നിൽക്കാൻ തുടങ്ങി. മണ്ണ് ഇപ്പോൾ വിയർപ്പ്, കഷ്ടപ്പാട് ആവശ്യപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ സമൃദ്ധി കൊടുത്തിരുന്ന അതേ നിലത്ത് ഇപ്പോൾ മുള്ളുകൾ വരാൻ തുടങ്ങി. ഒരു സമയത്ത് അവൻ്റെ അധികാരം മനസ്സിലാക്കിയിരുന്ന മൃഗങ്ങൾ ഇപ്പോൾ പേടിയൊന്നും ഇല്ലാതെ അവനെ തന്നെ ആക്രമിക്കാൻ തുടങ്ങി. എത്യോപ്യൻ പാരമ്പര്യം പറയുന്നതനുസരിച്ച് ആദമിൻ്റെ ദീർഘായുസ് എന്ന് പറയുന്നത് ഒരു സുഖകരമായ വർഷങ്ങൾ അല്ലായിരുന്നു എന്നാണ്. പുത്രന്മാരെയും ചെറുമക്കളെയും മുഴുവൻ തലമുറകളെയും താൻ കണ്ടു. അവൻ്റെ വാർദ്ധക്യമാകുന്നതിന് മുമ്പ് തന്നെ അവരിൽ പലരും മരിക്കുന്നത് അവൻ കണ്ടു. അവന് നഷ്ടപ്പെട്ടു പോയ ആ മഹത്വം ഒരിക്കലും കാണാത്ത അവൻ്റെ പിൻഗാമികളെ അവൻ അടക്കം ചെയ്തു. സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളരെ കുറച്ചു കാലമാണെങ്കിലും ആ അന്തരീക്ഷത്തിൽ ജീവിച്ച ഒരേ ഒരു വ്യക്തി അവൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്തിനെയാണ്, എത്ര മഹത്വമുള്ള കാര്യത്തെയാണ് നഷ്ടമാക്കിയത് എന്നതിൻ്റെ വ്യാപ്തി നന്നായിട്ട് മനസ്സിലാക്കിയ ഒരേ ഒരു മനുഷ്യൻ അവൻ മാത്രമായിരുന്നു. ഗസ്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന പുരാതന കയ്യെഴുത്ത് പ്രതികൾ പറയുന്നതനുസരിച്ച് ആദമിൻ്റെ മരണം ഒരിക്കലും എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിച്ച ഒരു സംഭവം അല്ലായിരുന്നു. നൂറ്റാണ്ടുകളുടെ ഓർമ്മയിലും വേദനയിലും സഞ്ചരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഫലം കഴിച്ചപ്പോൾ അനുസരണക്കേട് കാണിച്ച ആ നിമിഷത്തിൽ തന്നെ ആദ്യ മരണം സംഭവിച്ചു. ആ നിമിഷത്തിൽ മരിച്ചത് ശരീരമല്ല, ആത്മാവാണ്. ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ആ ജ്വാല അണഞ്ഞു. അതിനുശേഷവും ആദമിന് ശ്വാസം ഉണ്ടായിരുന്നു, അവൻ ലോകത്തിൽ നടക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൽ നിന്ന് ഒഴുകിയെത്തിയ ജീവൻ നഷ്ടമായി. പുറത്തുനിന്ന് കാണുമ്പോൾ അവന് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷേ അകത്ത് മരിച്ചവനായിരുന്നു. ദൈവവുമായിട്ടുള്ള വേർപിരിയലിൻ്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി സ്വന്തം ശരീരം മാറി. പിന്നെ അവൻ സ്നേഹിച്ചവരുടെ മരണം വന്നു. ആദ്യ മരണം ആത്മാവിലാണ് സംഭവിച്ചത്. ഇപ്പോൾ സ്നേഹിക്കുന്നവരിൽ സംഭവിക്കാൻ തുടങ്ങി. പുരാതന ചുരുളുകൾ ഹാബേൽ കൊല്ലപ്പെട്ടതിനെ ആഴത്തിലുള്ള ദുഃഖത്തോടെയാണ് വിവരിക്കുന്നത്. പക്ഷേ ബൈബിൾ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അതുവരെ ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം അതുവരെ അവർ കണ്ടിട്ടുമില്ല. ചലനമില്ലാത്ത ഒരു ശരീരം അവർ കണ്ടിട്ടുമില്ല. ആദമും ഹവയും ഹാബേലിന്റെ ശരീരത്തിലുള്ള ചൂട് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്നത് കണ്ടു. ജീവൻ പതുക്കെ പതുക്കെ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ട് പിരിയുന്നത് അവർ അനുഭവിച്ചു. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. അവൻ്റെ പേര് വിളിച്ചു, അവൻ്റെ മുഖത്ത് തൊട്ടു, അവൻ്റെ തണുത്ത കവിളൊക്കെ പിടിച്ച് അവൻ എഴുന്നേക്കുന്നത് വരെ അവിടെ തന്നെ കാത്തിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം അവൻ്റെ കൂടെ തന്നെ നിന്നു. മരണമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ ഗാഠനിദ്രയിലാണ് എന്ന് മാത്രം അവർ വിശ്വസിച്ചു. ആ സമയങ്ങളിൽ പക്ഷികൾ അവൻ്റെ മാംസം കഴിക്കാനായിട്ട് വന്നുകൂടി. ആ സമയത്താണ് അവൻ യാഥാർത്ഥ്യം ഭയത്തോടെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പക്ഷി എന്നൊരു സൃഷ്ടി ഇപ്പോൾ സ്വന്തം കുഞ്ഞിനെ കഴിക്കാനായിട്ട് വന്നപ്പോൾ ആദം തോട്ടത്തിൽ വെച്ച് കേട്ട ആ വാക്കിൻ്റെ ശക്തി മനസ്സിലാക്കി. അത് വളരെ ഭാരമായി അവന് തോന്നി. പൊടിയിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, പൊടിയിലേക്ക് തന്നെ നീ തിരികെ പോകും എന്ന വാക്ക്. ഒരിക്കൽ വളരെ ദൂരത്തായിരുന്ന ആ വാക്ക് ഇപ്പോൾ താൻ കാണാനായിട്ട് തുടങ്ങി. ഹാബേലിനെ അടക്കിയത് വെറുമൊരു ദുഃഖകരമായ ഒരു കാര്യം മാത്രമല്ലായിരുന്നു, അതൊരു ഉദ്ഘാടന ചടങ്ങ് പോലെയായിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ശവസംസ്കാരമായിരുന്നു അത്. ആദം തുറന്ന മരണമെന്ന വാതിൽ ഇപ്പോൾ അവൻ്റെ സന്തതിയിലും എത്തിയിരിക്കുന്നു. ഭൂമി ആദ്യത്തെ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചു. ഒരു സമയത്ത് ജീവൻ നിലനിർത്തിയിരുന്ന മണ്ണ് ഇപ്പോൾ ശവശരീരങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങി. അന്നു മുതൽ മരണം വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ലോകത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു നിയമമാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ്റെ 10ാം നൂറ്റാണ്ടിലേക്ക് അടുക്കാറായപ്പോൾ അവന് മൂന്നാമത്തെ മരണം വന്നു. അവൻ്റെ ശാരീരിക മരണം. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ശരീരത്തിൻ്റെ ഒരവസ്ഥ. സൃഷ്ടിയുടെ ജീവിക്കുന്ന ഒരു ചരിത്രമായിട്ടാണ് ഈ കയ്യെഴുത്ത് പ്രതികൾ ആദമിനെ വിവരിക്കുന്നത്. ആദമിൻ്റെ അവസാന നാളുകളിൽ ആദം അവൻ്റെ സന്തതികളെ കൂട്ടിച്ചേർത്തു. ഈ കയ്യെഴുത്ത് പ്രതികൾ പറയുന്നതനുസരിച്ച് ഒരു സമയത്ത് എല്ലാ സൃഷ്ടികൾക്കും പേര് വിളിച്ച ആദ്യ മനുഷ്യൻ്റെ ആ ശബ്ദം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നത്. എന്നാൽ തികഞ്ഞ ആത്മീയ വ്യക്തതയോടെ സംസാരിച്ചു. അവൻ വിടവാങ്ങുന്നു അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല സംസാരിച്ചത്, മറിച്ച് മനുഷ്യരാശിയുടെ ആത്മീയ അതിജീവനത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് അവൻ അവർക്ക് കൊടുത്തു. ആദം ഷേത്തിന്റെ ഗോത്രത്തിനടുത്ത് വിശ്വസ്തരായിട്ട് തന്നെ ഇരിക്കണമെന്നും താഴ്വരയിൽ താമസിക്കുന്ന കയീന്റെ ഗോത്രത്തിൽ നിന്ന് മാറി വിശുദ്ധ പർവ്വതത്തിൽ തന്നെ തുടരണം എന്ന് അവരോട് കൽപ്പിച്ചു. മലകൾ എന്ന് പറയുന്നത് ഉയർച്ച, ജാഗ്രത, ദൈവത്തോടുള്ള സാമീപ്യം എന്നിവയെ കാണിക്കുന്നതാണ്. താഴ്വര എന്ന് പറയുന്നത് ആശ്വാസം, സമൃദ്ധി, ശ്രദ്ധയില്ലായ്മ എന്നിവയെ കാണിക്കുന്നു. ഈ വിഭജനം ഭൂശാസ്ത്രപരമായത് മാത്രമല്ലായിരുന്നു, അത് ആത്മീയമായിരുന്നു. കയീന്റെ സന്തതി ഇന്ദ്രിയങ്ങളെ മയപ്പെടുത്താനും മനസാക്ഷിയെ മരവിപ്പിക്കാനും കഴിവുള്ള ഉപകരണങ്ങൾ, കലകൾ,
സംഗീതം എന്നീ കാര്യങ്ങളെല്ലാം വികസിപ്പിക്കുമെന്ന് ആദാം മുന്നറിയിപ്പ് കൊടുത്തു. മനോഹരമായ ശബ്ദങ്ങൾ, എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള താളങ്ങൾ, ഭയങ്കര മനോഹരമായ കാഴ്ചകൾ എല്ലാം ഷേത്തിന്റെ പുത്രന്മാരെ ഈ പർവ്വതത്തിൽ നിന്ന് അകറ്റാനായിട്ട് അവർ ഉപയോഗിക്കുമെന്ന് അവൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഇതെല്ലാം തിന്മയായ കാര്യമാണ് എന്നല്ല അവൻ പറഞ്ഞത്, മറിച്ച് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന തന്ത്രമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. ആദമിന്റെ ഈ അന്തിമ നിയമം രാഷ്ട്രീയമല്ലായിരുന്നു, ഇത് ആത്മീയമായിരുന്നു. ലോകം ഒരു അദൃശ്യ യുദ്ധക്കളമായി മാറുമെന്ന് അവന് അറിയായിരുന്നു. അവൻ ഈ മുന്നറിയിപ്പ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ഒരു അമാനുഷിക നിശബ്ദത ഉണ്ടായി എന്ന് ഈ ചുരുളുകൾ പറയുന്നു. ഒരു കാറ്റും വീശിയില്ല, ഒരു പക്ഷിയും പാടിയില്ല. അങ്ങനെ ആദാം കണ്ണുകളടച്ചു. ലോകത്തിലുണ്ടായിരുന്ന ആദ്യത്തെ മനുഷ്യന്റെ ഹൃദയമിടിക്കുന്നത് നിന്നു. പുതിയ ലോകത്തിന് ആ സമയത്ത് വയസ്സ് 930 ആയിരുന്നു. ദൈവത്തിൽ നിന്ന് നേരിട്ട് ശ്വാസം സ്വീകരിച്ച മനുഷ്യന്റെ ശരീരം ഇപ്പോൾ പൊടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതുപോലെ തന്നെ ഹവ്വയുടെ ചരിത്രത്തെയും കുറിച്ച് എത്യോപ്യൻ ബൈബിൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി വേറൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. എത്യോപ്യൻ ബൈബിൾ ലോകത്തെ വ്യത്യസ്തമായ ഒരു രീതിയിൽ കാണാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അക്സം, ലായ് എന്നീ പുരാതന ആശ്രമങ്ങളിലുള്ള ഈ ചുരുളുകൾ ലോകത്തിന് എണ്ണമറ്റ സേവനം ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സത്യങ്ങളെ നിശബ്ദമായി സംരക്ഷിച്ചുകൊണ്ട് പലരും ഈ വിവരണത്തിന്റെ ജ്വാല കെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ അതിന് തയ്യാറായില്ല. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.